വളരെ പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക് പോകുന്നു. ന്യൂസ് പ്ലസ്. നിലമ്പൂർ UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നിരിക്കുകയാണ് പാണക്കാട് കുടുംബം. ജില്ലയിൽ ഉണ്ടായിട്ടും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ പങ്കെടുത്തില്ല. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശാന്തകുമാർ, പാണക്കാട് കുടുംബം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാത്തതിന്റെ കാരണമായി നമുക്കറിയാൻ കഴിയുന്ന കാരണങ്ങൾ എന്താണ്? ലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് UDFന്റെ കൺവെൻഷനായിരുന്നു നിലമ്പൂരിൽ. വലിയ വിപുലമായൊരു കൺവെൻഷൻ തന്നെയാണ് സംഘടിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനകത്ത് ലീഗ് നേതാക്കൾ പങ്കെടുത്തിരുന്നു. പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജില്ലാ പ്രസിഡന്റാണ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സ്ഥലത്തുണ്ട്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി നിശ്ചയിക്കുകയും ചെയ്തിരുന്നതാണ് ഈ UDF നേതൃത്വം. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുനവർ അലി തങ്ങളും അതുപോലെ പാണക്കാട് കുടുംബാംഗങ്ങൾ എല്ലാം രാഷ്ട്രീയ രംഗത്ത് സജീവമായുള്ളവരാണ്. അവരാരും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളത് ആണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത്. കാരണം വലിയ മുഴുവൻ നേതാക്കളും UDFന്റെ മുഴുവൻ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പങ്കെടുത്തിരുന്നു. AICC ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാൽ, ഒപ്പം തന്നെ ദീപാദാസ് മുൻഷിയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ UDF നേതാക്കളും പങ്കെടുത്ത ഒരു യോഗമാണ്. ആ യോഗത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതാക്കൾ ഒരുവിധം എല്ലാ നേതാക്കന്മാരും അതിനകത്ത് പങ്കാളികളായിരുന്നു. പക്ഷേ അതിനകത്തേക്ക് പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുത്തില്ല. അവർ UDFന്റെ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ലീഗിൻ്റെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഉള്ളവരാണ്. അവർ പങ്കെടുക്കാത്തതിലെ കാരണമായി ഉന്നയിക്കപ്പെടുന്നത് അതല്ലെങ്കിൽ അത്തരം ഒരു പ്രചരണമായിട്ടുള്ളത്, നേരത്തെ ആര്യടൻ ഷൗക്കത്ത് വർഷങ്ങൾക്ക് മുമ്പ് പാണക്കാട് കുടുംബാംഗങ്ങളെ അവഹേളിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത്തരം പരാമർശങ്ങൾ ഏറെ ചർച്ചയാവുകയും വിവാദമാവുകയും ഒക്കെ ചെയ്താണ്. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തി അത്തരത്തിലൊരു പ്രചരണ രംഗത്തേക്ക് കടക്കേണ്ടതില്ല എന്ന് അവർക്ക് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത്. ആര്യടൻ ഷൗക്കത്ത് നേരത്തെ സ്ഥാനാർത്ഥിയായപ്പോൾ പാണക്കാട് എത്തി പാണക്കാട് കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുകയും അവരുടെ സൗഹൃദം പങ്കിടുകയും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കബറിടത്തിൽ സന്ദർശനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ UDFന്റെ ഒരു കൺവെൻഷൻ നിലമ്പൂരിൽ നടക്കുമ്പോൾ, UDFന്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പ്രധാന സവിശേഷമായ പ്രചരണമായ ഒരു കൺവെൻഷനിലേക്ക് UDFൽ നിന്നും UDFന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും തന്നെ പങ്കെടുത്തില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയം തന്നെയാണ്. ലക്ഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ ഈ പാണക്കാട് കുടുംബത്തെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കുന്നില്ല, VD സതീശൻ അടക്കമുള്ളവർ തുടങ്ങിയ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പോൾ ഇതാ കൺവെൻഷനിൽ നിന്ന് വിട്ടുനിൽക്കുന്നു പാണക്കാട് കുടുംബം. ഇത് വരും ദിവസങ്ങളിൽ അൻവർ അടക്കമുള്ളവർക്ക് വലിയ ആയുധം, രാഷ്ട്രീയ ആയുധം തന്നെ വീണ് കിട്ടുകയാണല്ലേ? തീർച്ചയായും PV അൻവർ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട PV അൻവർ തന്നെയാണ്. PV അൻവർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, എതിരാളികൾ, UDFന്റെ എതിരാളികൾ ഇത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ആയുധം തന്നെയാക്കി മാറ്റും. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം, കേരളത്തിലെ UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ എന്നുള്ളത്. അവരുടെ രാഷ്ട്രീയ രീതി, രാഷ്ട്രീയ സാഹചര്യം, അത്തരം കാര്യങ്ങളെല്ലാം വേറെ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കുടുംബാംഗം പങ്കെടുക്കാതെ, ഒരു കുടുംബാംഗങ്ങൾ ആകെ അതിനകത്ത് പങ്കെടുക്കാത്തത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാവും. അത് ചർച്ചയാക്കാൻ PV അൻവർ വളരെ നേരത്തെ തന്നെ അത്തരം പ്രചരണങ്ങളെല്ലാം ആര്യടൻ ഷൗക്കത്തിനെതിരെ നടത്തിയിരുന്നു. അത് ഇനി ഊർജിതമാക്കാൻ ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ അൻവറിന് വന്നിരിക്കുന്നത്. ലക്ഷ്മി, നിലമ്പൂർ UDF കൺവെൻഷനിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നു പാണക്കാട് കുടുംബം. ജില്ലയിൽ ഉണ്ടായിട്ടും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. തീർച്ചയായും എതിരാളികൾക്ക് വലിയ രാഷ്ട്രീയ ആയുധം തന്നെ വീണ് കിട്ടുകയാണ് നിലമ്പൂരിൽ UDFനെതിരെ. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.